ഹലോ നമസ്കാരം. നീ ഹാവ്. രഞ്ജിത്ത് അസോസിയേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീടിൻ്റെ ആവശ്യത്തിനുള്ള ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും, ഫർണിച്ചേഴ്സ്, ഷോ പീസസ്, ആക്സസറീസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചൈനയിൽ പോയി സെലക്ട് ചെയ്ത് അവിടുന്ന് പർച്ചേസ് ചെയ്ത് അതിനെ എങ്ങനെ നാട്ടിലെത്തിക്കാം, അതിനു വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. 2025 രഞ്ജിത്ത് അസോസിയേറ്റ്സ് ചൈനയിലേക്ക് നടത്തുന്ന മൂന്നാമത്തെ ഒരു വിസിറ്റാണ് ഇത്. കൊച്ചിയിലുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ക്ലയൻറ്റുമായി ചൈനയിൽ പോയി അവർക്ക് വേണ്ട എല്ലാ ഫർണിച്ചേഴ്സും വീട്ടിലേക്കുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് ഐറ്റംസും നമ്മൾ സെലക്ട് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മൾ പോകുന്നത് ഇന്ന് ശ്രീലങ്ക വഴിയാണ്. ഇവിടുന്ന് ശ്രീലങ്കൻ എയർവേസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കൊച്ചി ടു കൊളംബോ, കൊളംബോ ടു ഗോങ്ജോ എന്ന് പറയുന്ന ചൈനയിലെ ഒരു സിറ്റിയിലാണ് നമ്മൾ ഫർണിച്ചേഴ്സ് സെലക്ട് ചെയ്യാനും ഫർണിച്ചർ കാണാനുമായിട്ട് പോകുന്നത്. ഗോങ്ജോയിലേക്ക് ഇതിനു മുമ്പും നമ്മൾ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ക്ലയൻസുമായിട്ട് പോവുകയും പർച്ചേസുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചൈനീസ് കമ്പനിയുടെ ഇൻവിറ്റേഷനാണ്. നമ്മൾ ചൈനയിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്ററാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഒരു ട്രാവൽ ഏജൻറ്റ് വഴിയോ അല്ലെങ്കിൽ അവിടെയുള്ള നമ്മളെ ഈ പർച്ചേസുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ ഏജൻറ്റ് വഴിയോ നമുക്കത് അറേഞ്ച് ചെയ്യാം. ആ ഒരു ഇൻവിറ്റേഷൻ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒരു വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചൈനീസ് കോൺസുലേറ്റിൽ നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയുള്ള സർവീസുകൾ ചെയ്തു തരുന്ന ഏജൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഏജൻറ്റുകളുണ്ട്. അവരെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 1 മാസത്തേക്കുള്ള 30 days ഉള്ള ഒരു വിസിറ്റിംഗ് വിസ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ കിട്ടുക. അത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഈ റൂട്ടിൽ പല എയർലൈൻസും സർവീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ കൊളംബോ വഴി ശ്രീലങ്ക വഴി പോവാം, അല്ലെങ്കിൽ തായ്ലാൻഡ് വഴി, അല്ലെങ്കിൽ തായ്ലാൻഡ് ബാങ്കോക്ക് വഴി പോവാം. ഈ രണ്ട് റൂട്ടിലൂടെയും ഏതാണ്ട് സമയമൊക്കെ ഒരുപോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ചൈനയിൽ നിന്ന് സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതിനും പർച്ചേസിനും ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അതായത് ചൈനയിൽ നമുക്ക് ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് ചൈനീസ് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് നമുക്ക് അവിടെ അത്ര യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, അത് അവർ അത്ര ഫെമിലിയർ അല്ല അതിൽ. അപ്പോൾ ചൈനയിൽ നമുക്ക് ഭാഷ അറിയുന്ന ഒരു ഏജൻറ്റിനെ ആവശ്യമുണ്ട്. ആ ഒരു ഏജൻറ്റിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് തരുന്ന ഒരു ഏജൻറ്റ് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഏജൻറ്റിനെയും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ചൈനയിലേക്ക് പർച്ചേസ് ചെയ്യുന്നതിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു 3D ഡിസൈനായിട്ട് തന്നെ, 3D വ്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ആ ഡിസൈൻ ഫിനിഷ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സെലക്ഷൻസ് ഇതിനെ ബേസ് ചെയ്ത് ചെയ്യാനും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് അതിനെ സെലക്ഷൻസ് സ്പീഡിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനും കഴിയുള്ളൂ. ചൈനയിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്, ഒത്തിരി ഫർണിച്ചേഴ്സ് ആണെങ്കിലും ഷോ പീസസ് ആണെങ്കിലും എന്തിനും നമുക്ക് ഒത്തിരി ഷോപ്പുകളും ഒത്തിരി ഓപ്ഷൻസും കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏതെടുക്കണം എന്നുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവാം. അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡിസൈൻസ് ഫിനിഷ് ചെയ്ത് വെക്കുക എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഒരു 3D ഡിസൈൻ, ഒരു റൂം എങ്ങനെ വരുന്നു, അതിൻ്റെ അല്ലെങ്കിൽ ഒരു റൂം എങ്ങനെ വരുന്നു, അതിലുപയോഗിക്കുന്ന ഫർണിച്ചേഴ്സ് ഏത് സ്റ്റൈലിലുള്ളതാണ്, കളർ ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വോളിൽ വെക്കുന്ന ആർട്ട് വർക്ക് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു 3D ഡിസൈനിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ
ഈ ഒരു ഡിസൈൻസിനെ പ്രിൻ്റ് ചെയ്തൊരു ബുക്കായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ ആ സ്റ്റൈലിലുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ ആ ഒരു കളർ തീമിലുള്ള ഐറ്റംസ് പല ഷോപ്പുകളിലും കയറിയിട്ട് ആ കളർ തീമിലുള്ള ഐറ്റംസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനും ആ സ്റ്റൈല് മാത്രമുള്ള ഷോപ്പുകളിലേക്ക് പോകാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനും ഒക്കെ നമുക്ക് കഴിയും. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ തുടർച്ചയായി പല പ്രാവശ്യം ശ്രീലങ്കൻ എയർവേസിൽ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ഫ്രീ ബിസിനസ് ക്ലാസ് അപ്ഗ്രേഡ് ലഭിച്ചു. ഇപ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ഒരു സർവീസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, എൻജോയ് ചെയ്യാൻ. പ്രാവശ്യം നമ്മൾ പോകുന്നത് എറണാകുളത്ത് തന്നെയുള്ള വടവുകോടുള്ള നമ്മുടെ ഒരു പ്രോജക്റ്റിലേക്കുള്ള പർച്ചേസിന് വേണ്ടിയാണ്. ആ പ്രോജക്റ്റിൻ്റെ ക്ലയൻസും എൻ്റെ കൂടെ ചൈനയിലേക്ക് വരുന്നുണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അവരും എൻ്റെ ട്രാവൽ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കൊളംബോ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ് ഗോങ്സോയിലേക്ക്.